ഹലോ, നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്നാണ്. ആ ടിന്നിൽ കാണുന്നത് എഗ് ഷെൽസ് ഒരു മൊസൈക്ക് വർക്ക് പോലെ ചെയ്തതാണ്. ജസ്റ്റ് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് എഗ് ഷെൽസ് ഇങ്ങനെ പൊട്ടിച്ച് ഒട്ടിച്ചെടുത്തതാണ്. അപ്പം നമുക്കിനി ഇതിലേക്ക് വൈറ്റ് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചെയ്യേണ്ട വർക്കിനുള്ള സാധനങ്ങൾ എടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് പീനട്ട് ഷെൽസാണ്. അപ്പോൾ ഈ ഷെൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രിങ്കിൾസിൻ്റെ ടിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ ഷെൽസ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ട് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് കളർ ഏറ്റവും കൂടി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പേൾ കളറാണ് എടുക്കുന്നത്, മജന്തയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എത്ര പെറ്റൽസ് വേണോ അത്രയും പെറ്റൽസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രിങ്കിൾസിൻ്റെ ടിന്നിലേക്ക് ഇതിനെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെം ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റെമ്മിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കയറാണ്, പഴയതാണ്. അപ്പോൾ ഇതുപോലത്തെ കയറിൻ്റെ പീസസാണ് ഞാൻ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റെമ്മും അതുപോലെ ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ സ്റ്റെമ്മ് എല്ലാം ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഒരു വളഞ്ഞ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുക, എന്നാലും കാണാൻ വേണ്ടി നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒരു സ്റ്റെമ്മിൽ 3 പെറ്റൽസ് വീതമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ 3 പെറ്റൽസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പെറ്റൽസ് അറേഞ്ച് കൊടുക്കുന്നത്. ഒന്ന് സെൻറ്ററിൽ വെച്ച് കൊടുത്തു, പിന്നെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ടിന്ന് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഫുള്ള് കാണിക്കാവുന്നതിൽ ഒരുപാട് ടൈം പോവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷെൽസിൽ തന്നെ ലീവ്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇത് തന്നെ കുഞ്ഞു ലീവ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതും ഇതുപോലെ ഒരു പേൾ ഗ്രീൻ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ് അതുപോലത്തെ പേൾ കളർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഗ്രീൻ കളർ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ലീവ്സും കൂടെ ഈ നമ്മുടെ സ്റ്റമ്മിൻ്റെ ഇടയിൽ കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള ഇപ്പുറത്തെ സൈഡിലും കൂടെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലുക്കായിട്ടുണ്ട് കുറേ കളറ് വരുമ്പോൾ. അതായത് ഞാൻ ചില ലീവ്സിന് യെല്ലോ ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റെമ്മിന് യൂസ് ചെയ്ത കയറുണ്ടല്ലോ, അതന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ബ്രൗൺ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വർക്ക്. ജസ്റ്റ് വാർണിഷും കൂടി അപ്ലൈ ചെയ്താൽ കാര്യം ഓക്കെ ആണ്. അപ്പോൾ എല്ലാവരും ടിന്ന് അതുപോലെ ബോട്ടിൽ ആർട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ജസ്റ്റ് ടിന്നിൽ ചെയ്യുമ്പോൾ നല്ല ഒരു ലുക്ക് കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്